കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രൊമോഷൻ അട്ടിമറി. അസിസ്റ്റന്റ് പ്രൊഫസറുടെ പ്രൊമോഷൻ അട്ടിമറിക്കാനാണ് നീക്കം. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ തിരുത്തി എഴുതുകയും അച്ചടിച്ച ശുപാർശയുടെ താഴെ സ്ഥാനക്കയറ്റം നിഷേധിച്ച് കുറിപ്പും എഴുതി ചേർത്തു. സുവോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം സുബൈറിന്റെ സ്ഥാനക്കയറ്റമാണ് അട്ടിമറിയിലൂടെ തടഞ്ഞത്. അച്ചടിച്ച ശുപാർശയും കൈയെഴുത്ത് തിരുത്തും ഉൾപ്പെട്ട പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. വി എസ് രഞ്ജിത്ത്, ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രൊമോഷൻ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണോ ഈ അട്ടിമറി നടന്നത്? അതായത് ഈ അസിസ്റ്റന്റ് പ്രൊഫസറെ തസ്തികയിലേക്ക് ഉയർത്തുന്നതിന്, അസോസിയേറ്റ് പ്രൊഫസറായി ഉയർത്തുന്നതിന് ഈ വകുപ്പ് മേധാവിക്ക് എന്തോ അനിഷ്ടമുണ്ടായിരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഒരു വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ഡോക്യുമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റി ഏകദേശം 1 മണിക്കൂർ നേരം ഡോക്ടർ എം സുബൈറിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ 1 മണിക്കൂർ നീണ്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയുടെ മിനിറ്റ്സ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പുറത്തു വിടുകയും ചെയ്യുന്നില്ല. എപ്പോഴാണ് ഈ അച്ചടിച്ച് വെച്ചിരിക്കുന്ന പ്രിന്റഡ് ആയിട്ടുള്ള ഭാഗം, ആ ഭാഗം വളരെ കൃത്യമായി നമുക്ക് വായിക്കാൻ സാധിക്കും. ആ പ്രിന്റഡ് നോട്ടിനകത്ത് പറയുന്നത് ഡോക്ടർ എം സുബൈർ പ്രമോഷന് അർഹനാണ് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ APS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ പരിശോധിച്ച് എല്ലാം ഉറപ്പുവരുത്തിയ ശേഷമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാനുള്ള ശുപാർശ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ആ ശുപാർശ സിൻഡിക്കേറ്റിന് മുമ്പിൽ എത്തുമ്പോഴേക്കും അതിനടിയിൽ ഒരു കുറിപ്പ് എഴുതി ചേർത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ എഴുതി ചേർക്കാൻ പാടില്ലാത്തതാണ്. അവിടെ അച്ചടിച്ച പ്രിന്റ് നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള തീരുമാനം അത് അച്ചടിച്ച് തന്നെയാണ് വരാറുള്ളത്. പക്ഷേ സിൻഡിക്കേറ്റിന് മുമ്പിലേക്ക് ഈ പ്രൊമോഷൻ അംഗീകാരത്തിന് വന്നപ്പോഴേക്കും അതിനടിയിൽ എഴുതി ചേർത്തൊരു കുറിപ്പാണ് ഉണ്ടായിരുന്നത്. ആ കുറിപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമാണെന്നും ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നുമാണ് എഴുതി ചേർത്തുണ്ടായിരുന്നത്. ആ സിൻഡിക്കേറ്റിന് മുമ്പാകെ വന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പിന്നീട് തിരുത്തി എഴുതിയത്? ആരുടെ താല്പര്യപ്രകാരമാണ്? സ്ക്രീനിംഗ് കമ്മിറ്റി ഇക്കാര്യങ്ങൾ പരിശോധിച്ചില്ലേ? സ്ക്രീനിംഗ് കമ്മിറ്റിക്കാണോ പിഴവ് പറ്റിയത്, അല്ലെങ്കിൽ ഈ തിരുത്തി എഴുതിയ ആൾക്കാണോ പിഴവ് പറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൻ്റെ ആശങ്ക ദൂരീകരിക്കണമെങ്കിൽ ആ സ്ക്രീനിംഗ് കമ്മിറ്റി നടന്ന സമയത്തെ മിനിറ്റ്സ് പുറത്തുവിടേണ്ടതുണ്ട്. കാരണം ആ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ എന്തൊക്കെ നടന്നു, ഏകദേശം 1 മണിക്കൂർ സമയം, 61 മിനിറ്റ് സമയം ഇൻ്റർവ്യൂ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ 61 മിനിറ്റ് സമയം ഇദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പരിശോധിച്ചില്ലേ? ആ പരിശോധിച്ച യോഗ്യത പിന്നെ എങ്ങനെയാണ് തിരുത്തപ്പെടുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരു അധ്യാപകൻ 14 റെക്കമെൻഡേഷന് വിരുദ്ധമായിട്ടാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അങ്ങനെ പറ്റില്ലല്ലോ. അതെ, ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അച്ചടിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മികവാണ്. അദ്ദേഹം 10-14 വർഷമായി യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് പ്രബന്ധങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതെല്ലാം ഉറപ്പുവരുത്തിയ ശേഷം പ്രൊമോഷൻ അർഹനാണ് എന്ന് അച്ചടിച്ചു വെക്കുകയും അതിന് താഴെ ആരോ ഒരു നിക്ഷിപ്ത താല്പര്യം പോലെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു കാര്യം എഴുതി ചേർത്തിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും ഈ കുറിപ്പിൽ, എഴുതി ചേർത്ത കുറിപ്പിൽ തള്ളുന്നത്? സ്ക്രീനിംഗ് കമ്മിറ്റിയാണോ മാൽ പ്രാക്ടീസ് നടത്തിയത്, അല്ലെങ്കിൽ ഈ എഴുതി ചേർത്ത വ്യക്തിയാണോ എന്നുള്ളതാണ്. ഒന്നെങ്കിൽ 61 മിനിറ്റ് നേരം നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധന തെറ്റായിരിക്കണം, അല്ലെങ്കിൽ ഈ എഴുതി ചേർത്തത് തെറ്റായിരിക്കണം. യഥാർത്ഥത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുനിന്നുള്ള ആളുകൾ വരികയും ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. ഡോക്ടർ അരുൺ അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പുറത്തുനിന്ന് വന്ന വ്യക്തികൾ ഉൾപ്പെട്ട ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രിന്റഡ് ചെയ്തിരിക്കുന്ന സാധനത്തിന് താഴെ എഴുതി ചേർത്തുകൊണ്ടുള്ള ഒരു തിരുത്ത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. പ്രൊമോഷൻ പോലുള്ള വളരെ സുതാര്യമായി നടക്കേണ്ട കാര്യത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടക്കുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് വളരെ മോശമുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.